എൻ്റെ പ്രണയം ഭാഗം 28. പൊന്നു എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി അവളുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും അവൾ കണ്ണു തുറന്നു. മോൾ ഹാപ്പിയാണോടാ? മോൾക്ക് വിഷമമുണ്ടോ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട്? മുത്തശ്ശി ചോദിച്ചു. അതിന് അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ലേ? നീ ഹാപ്പി ആയിട്ടിരിക്കും പൊന്നു. നീ വിഷമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, ടീച്ചറമ്മയും മാഷച്ചനും തരുണേട്ടനും എല്ലാവരും ചോദ്യങ്ങളായിട്ട് വരും നിൻ്റെ മുന്നിലേക്ക്. പ്ലീസ് പൊന്നു, നിനക്കിപ്പോഴും നിരഞ്ജനെ മറക്കാൻ പറ്റുന്നില്ലേ? ഇനിയും അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? വാണി ചോദിച്ചു. ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ ഇതിൽ നിന്നും ഒന്ന് മോചിപ്പിച്ചു തരാമോ? ഇത്രയും കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് അവൾ ആ ഫോൺ എടുത്ത് അവർക്ക് നേരെ നീട്ടി. അപ്പോഴാണ് അതിൽ നിരഞ്ജൻ്റെ ഒരുപാട് മിസ്ഡ് കോളുകൾ കാണുന്നത്. ഇതെന്തിനാ ഇയാൾ നിന്നെ ഇങ്ങനെ വിളിക്കുന്നത്? അപ്പോഴാണ് വീണ്ടും ഫോൺ റിങ് ചെയ്തത്. നിരഞ്ജനാണെന്ന് വിചാരിച്ച് ഫോൺ എടുക്കാൻ പോയ വാണി കാണുന്നത് ഹരിയുടെ നമ്പറാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് വാണി ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. അവൾ ഹരിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പൊന്നു പറഞ്ഞതും പറഞ്ഞു. ആ ഫോൺ കോളുകളുടെ കാര്യം കേട്ടതും ഹരിക്കും ദേഷ്യം തോന്നി. ഹരിയേട്ടാ, ഞങ്ങൾ അവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യട്ടെ? ബ്ലോക്ക് ചെയ്യേണ്ട, കാരണം വീണ്ടും വീണ്ടും മറ്റു നമ്പറുകളിൽ നിന്നും അവൻ വിളിക്കും. നമുക്ക് ഇതിലിൻ്റെ ഫോൺ നമ്പർ അങ്ങോട്ട് മാറ്റാം. എന്തു പറയുന്നു? ഹരി ചോദിച്ചു. അത് നല്ല കാര്യമാണ് ഹരിയേട്ടാ. എന്നാൽ ഞാൻ നാളെ നേരിട്ട് കണ്ട് പൊന്നുവിൻ്റെ ഫോണിൻ്റെ സിമ്മ് മാറ്റിക്കൊള്ളാം, ഹരി പറഞ്ഞു. അയ്യോ ഹരിയേട്ടാ, നാളെ മുതൽ ഞങ്ങൾക്ക് കോളേജിൽ പോകണം. അതുമാത്രമല്ല, നാളെ മുതൽ ആ നിരഞ്ജനെയും ആ പൂജയെയും കാണേണ്ടി വരും, വാണി ദേഷ്യത്തോടെ പറഞ്ഞു. അതിനെന്താ, പോയിക്കോ. രാവിലെയും ചിലപ്പോൾ വൈകിട്ടും ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ വരും, അത്രയുള്ളൂ, ഹരി പറഞ്ഞു. ഓ അങ്ങനെ. ഞാൻ വിചാരിച്ചു കോളേജ് പിള്ളേരെ പോലെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നടക്കാനാണെന്ന്. ഞങ്ങളെ അധ്യാപകരാണ്, ആ ഒരു ഓർമ്മ വേണം കാമുകന്, വാണി പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. എവിടെ എൻ്റെ പെണ്ണ്? പേടിച്ചിരിക്കുകയാണോ? നല്ല ബോൾഡായിരുന്നല്ലോ എൻ്റെ പൊന്നൂട്ടി, ഇപ്പോൾ പേടിച്ചാണോ ഇരിക്കുന്നത്? അല്ല ഹരിയേട്ടാ, ചെറിയൊരു സങ്കടം, അത്രയുള്ളൂ. ഞാൻ ദേ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് അവൾ ഫോണുമായി പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു. പൊന്നു, ദാ സംസാരിക്കുക. അവൾ ഫോൺ പൊന്നുവിന് നേരെ നീട്ടി. എനിക്ക് സംസാരിക്കണ്ട, എനിക്കിനി അയാളോട് ഒന്നും സംസാരിക്കണ്ട. പെട്ടെന്ന് അവൾ പറഞ്ഞതും വാണി, ഇടി കുരുപ്പേ, ഇത് നിരഞ്ജനല്ല, ഹരിയേട്ടനാണ്, അവൾ പറഞ്ഞു. അത് കേട്ടതും അവൾ ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു. എന്നാൽ ഇതൾ മറുവശത്തു നിന്ന് പറയുന്നത് കേട്ട ഹരിക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം അവൾ നിരഞ്ജനാണെന്ന് വിചാരിച്ചാണ് ഫോൺ എടുക്കാതിരുന്നത്. ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ഫോൺ എടുക്കുകയും ചെയ്തല്ലോ, ആ ഒരു സന്തോഷം അവനുണ്ടായിരുന്നു. എന്നാ ഇനി അവർ സംസാരിക്കട്ടെ, നമുക്ക് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോയി. കുറച്ചു നേരം അവൾ ഹരിയുമായി സംസാരിച്ചിരുന്നു. ഫോൺ കട്ട് ചെയ്തു. അവൾ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് മുഖമെല്ലാം അമർത്തി തുടച്ചു. അച്ഛനും അമ്മയും ഏട്ടനും എല്ലാം ഉണ്ട്. ഇനിയും വിഷമിച്ചിരിക്കാൻ പറ്റില്ല. അവർക്ക് സംശയം തോന്നും, അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കും എന്ന് തോന്നിയത് കൊണ്ട് അവൾ താഴേക്ക് ചെന്നു. പിന്നെ എല്ലാവരും കൂടി സംസാരിച്ചും ജോലികൾ ചെയ്തും എല്ലാം ആ ദിവസം അവർ സന്തോഷത്തോടെ പോയി. വൈകുന്നേരത്തോടെ ശ്രദ്ധയും വാണിയും തിരിച്ച് വീട്ടിലേക്ക് പോയി. രാത്രി കിടക്കാൻ റൂമിലേക്ക് വന്ന പൊന്നു വാഷ്റൂമിൽ കയറി ഒന്ന് കുളിച്ച് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഹരിയാണ്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഹായ് പൊന്നൂട്ടി, ഭക്ഷണം കഴിച്ചോ? വളരെ സന്തോഷത്തോടെയാണ് ചോദിക്കുന്നത്. അത് കേട്ടതും അവൾ കഴിച്ചു എന്ന് പറഞ്ഞു. തിരിച്ച് അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ അവൾക്കത് ചോദിക്കാൻ സാധിക്കുന്നില്ല. ഹരിക്ക് അവളുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരാതിയോ പരിഭവമോ അവൻ കാണിച്ചില്ല. അവൻ കുറച്ചു നേരം കൂടി അവനോട് സംസാരിച്ചു. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ഗേറ്റിന് പുറത്ത് വന്ന് ഇന്നും അവിടെ വന്ന് കാവൽ നിൽക്കണോ? ഹരി ചോദിച്ചു. വേണ്ട, അവൾ പറഞ്ഞു. പക്ഷേ എനിക്ക് വരാൻ തോന്നുന്നു. അങ്ങനെ പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു. എൻ്റെ പെണ്ണ് എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടല്ലോ എന്നോർക്കുമ്പോൾ. പിന്നെ ഒരു വിഷമം നിന്നെക്കുറിച്ച് ഓർത്ത് മാത്രമായിരുന്നു.
നീ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി. ഇപ്പോൾ ആ പേടി മാറി. പക്ഷേ എൻ്റെ കയ്യെത്തും ദൂരത്ത് നീ ഉണ്ടാവുമല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് അവിടെ വന്ന് കാവൽ നിൽക്കാൻ തോന്നുന്നു പെണ്ണെ. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാനിനി അങ്ങനെയൊന്നും ചിന്തിക്കില്ല, അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അതിനല്ല, എനിക്ക് കാണാൻ തോന്നുന്നു. അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യാ? അവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. പറയ് പൊന്നു, ഞാൻ എന്താ ചെയ്യാ? അവൻ വീണ്ടും പറഞ്ഞു. എനിക്കറിയില്ല, അവൾ പതിയെ പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ് എൻ്റെ പൊന്നൂട്ടി, ഒന്ന് ബാൽക്കണിയിലേക്ക് വരുമോ? ഞാനൊന്ന് കണ്ടിട്ട് പോയിക്കോളാം. അവൻ പറഞ്ഞത് കേട്ടതും അവൾ ഞെട്ടി ബാൽക്കണിയിലെ ഡോറിലേക്ക് നോക്കി. വേഗം എഴുന്നേറ്റ് ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ചെന്ന് നിന്നു. അപ്പോൾ ഗേറ്റിന് പുറത്ത് കിടക്കുന്ന അവൻ്റെ കാറ് കണ്ടു. കാറിൻ്റെ ഡോറിൽ ചാരി നിന്ന് തന്നെ നോക്കുന്ന അവനെ കണ്ടതും പെട്ടെന്ന് ആ ഡോറിൻ്റെ പുറത്തേക്ക് ഒരു തല പുറത്തിട്ടുകൊണ്ട് ഹരിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി, എൻ്റെ പൊന്നു പെങ്ങളെ, നീ വേഗം വിവാഹം കഴിച്ച് ഒന്ന് വാ, ഇല്ലെങ്കിൽ രാത്രി ഇതുപോലെ വന്ന് എന്നും എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നു. എത്ര ദിവസമായെന്നറിയോ മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ട്? എൻ്റെ വീട്ടുകാരെ എന്നോട് ചോദിക്കുക, നീ രാത്രി കക്കാൻ പോവുകയാണോ എന്ന്. എൻ്റെ ഏട്ടൻ ചോദിച്ചത് എന്താണെന്നറിയോ? ഞാൻ ദേ ഇവൻ്റെ സ്വർണ്ണക്കടയ്ക്ക് രാത്രി സെക്യൂരിറ്റി ജോലിക്ക് പോവുകയാണെന്നാ. ഹരിയുടെ അടുത്തിരുന്നു കൊണ്ട് നവീൻ പറയുന്നുണ്ട്. മിണ്ടാതിരിയടാ, നീ നിൻ്റെ പെണ്ണിനെ വിളിച്ച് സംസാരിക്കുകയല്ലേ, അത് സംസാരിക്കേ എന്ന് പറഞ്ഞ് ഹരി അവൻ്റെ തല കാറിൻ്റെ ഉള്ളിലേക്കാക്കി ഫോൺ വാങ്ങി ഗേറ്റിനടുത്ത് വന്ന് ഗേറ്റിൽ പിടിച്ചുകൊണ്ട്, പൊന്നു, നാളെ രാവിലെ കോളേജിൽ കൊണ്ടുപോയി ആക്കാൻ ഞാൻ വരട്ടെ? എൻ്റെ ഒപ്പം വരുമോ? അവൻ ചോദിച്ചു. അത് ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ചാണ് പോകുന്നത്, അവൾ പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ നാളെ എന്തായാലും ഞാൻ വരും. അത് പറയാൻ വേണ്ടി വന്നതാ. പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി മുഴുവനും ഞാനിവിടെ നിൽക്കും, ഹരി പറഞ്ഞു. അത് വേണ്ട, ഞാൻ വരാം. അങ്ങനെ വഴിക്ക് വാ, നാളെ ഞാൻ കൊണ്ടുപോയി ആക്കുന്നു, കേട്ടല്ലോ? കൂട്ടുകാരുടെ ഒപ്പം ഇവിടെ നിന്ന് കാറിൽ കയറിക്കോ. ഞാൻ ജംഗ്ഷനിൽ കാത്തു നിൽക്കാം. അവിടുന്ന് എൻ്റെ പൊന്നൂട്ടി വന്ന് എൻ്റെ കാറിൽ കയറുന്നു. ഞാൻ കോളേജിലേക്ക് കൊണ്ടുപോയി ആക്കുന്നു. പിന്നെ നിരഞ്ജൻ, പൂജ എല്ലാം ഉണ്ടാകും അവിടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ എന്നെ വിളിക്കണം, കേട്ടല്ലോ? അവൻ പറഞ്ഞു. അപ്പോഴാണ് അവൻ എന്തുകൊണ്ടാണ് കൊണ്ടുപോയി ആക്കുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായത്. ഞാൻ വിളിക്കാം, ഇപ്പോൾ ഹരിയേട്ടൻ പോയിക്കോ, ഇങ്ങനെ നവീൻ ചേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട, പൊന്നു പറഞ്ഞു. ശരി, ഞാൻ പോവാണേ, അപ്പോൾ രാവിലെ കാണാം, ഗുഡ് നൈറ്റ്. അല്ലെങ്കിൽ വീടെത്തുന്നത് വരെ എൻ്റെ ഒപ്പം കൂട്ടിരിക്കാമോ? ഇവൻ പൊന്നൂട്ടിയുടെ കൂട്ടുകാരിയെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്നോട് സംസാരിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ എനിക്കൊരു കമ്പനി തരുമോ? അവൻ ചോദിച്ചു. അതിന് അവൾ ചെറുതായി ഒന്ന് മൂളി. എന്നാൽ പോകല്ലേ എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്ന് കയറി. അവൻ കാറെടുക്കുമ്പോഴും ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ പൊന്നു ബാൽക്കണിയിൽ നിന്നു. അപ്പോഴാണ് നിരഞ്ജൻ്റെ ബാൽക്കണിയിലെ ലൈറ്റ് തെളിയുന്നത്. അവിടെ നിൽക്കുന്ന നിരഞ്ജനെ അവൾ കാണുകയും ചെയ്തു. അപ്പോൾ തന്നെ അവൾ അവിടെ നിന്നും തിരിഞ്ഞ് അകത്തേക്ക് കയറി ബാൽക്കണി ഡോർ അടച്ചു, ലൈറ്റും ഓഫ് ചെയ്തു. എന്നാൽ ഫോൺ കോളിൽ ഹരി ഉണ്ടായിരുന്നു. പൊന്നു, എനിക്കൊരു പാട്ട് പാടി തരുമോ? അവൻ ചോദിച്ചു. ഇപ്പോഴോ? അതെ, ഇപ്പോൾ. എനിക്ക് വണ്ടിയിൽ പാട്ട് വയ്ക്കാൻ പറ്റില്ല. ഈ ചെക്കൻ സംസാരിക്കല്ലേ, പാട്ടെങ്ങാനും വെച്ചാൽ അവനെന്നെ കൊല്ലും. എനിക്ക് കൂട്ടായിട്ട് വരുന്നതല്ലേ, അപ്പോൾ ഈ സഹായം ഞാൻ ചെയ്തു കൊടുക്കണ്ടേ? അതുകൊണ്ട് എനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് എൻ്റെ പെണ്ണ് ഒരു പാട്ട് പാടിക്കേ, അവൻ പറഞ്ഞു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമോളി വേൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. അവൾ നന്നായിട്ട് തന്നെ പാടി. ഹരി അവളോട് പിന്നെയും സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ പറയുന്നതിനും മറ്റും 1-2 വാക്കുകളിൽ അവളും സംസാരിച്ചു. എന്നാൽ പൊന്നുവിൻ്റെ ഫോണിൽ ഇതേ സമയം നിരഞ്ജൻ്റെ കോള് വരുന്നുണ്ടായിരുന്നു. അത് അവൾ അറിയുകയും ചെയ്തു.
അവൾ അത് മൈൻഡ് ചെയ്യാതെ ഹരിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പൊന്നുവിൻ്റെ ഫോൺ ബിസിയായി കാണിക്കുന്നത് കണ്ട് നിരഞ്ജന് ദേഷ്യം തോന്നി. ആ ദേഷ്യം അവളോടുള്ള വെറുപ്പും പകയുമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്നെ ചതിച്ചു എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലേക്ക് തുളച്ചു കയറിക്കൊണ്ടിരുന്നു. വീട്ടിലെത്തിയിട്ടും ഹരി കുറച്ചു നേരം കൂടി അവളോട് സംസാരിച്ചു. പിന്നീട് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും പൊന്നു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ നിരഞ്ജൻ്റെ ഒരുപാട് മിസ്ഡ് കോളുകളും മെസ്സേജുകളും അവൾ കണ്ടു. അതൊന്നും നോക്കാതെ അവൾ ഫോൺ മാറ്റിവെച്ച് കയറി കിടന്നു. രാവിലെ കോളേജിൽ പോകാൻ റെഡിയായി താഴേക്ക് ചെന്നു. അവൾ ഇറങ്ങി വരുമ്പോൾ ഐറ അവളെ നോക്കി. ഒരു ബ്ലാക്ക് ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഒരു കാഷ്വൽ സാരിയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. കയ്യിൽ ഇന്നലെ ഹരിയുടെ വീട്ടുകാരിട്ട് കൊടുത്ത വളയും, കഴുത്തിൽ ഹരി ഇട്ടുകൊടുത്ത മാലയും, കാതിൽ അവളുടെ സ്ഥിരം ഫേവറിറ്റായ ജിമിക്കി കമ്മലുമായിരുന്നു. മുഖത്ത് സങ്കടം എന്തെങ്കിലും ഉണ്ട് എന്ന് ഐറ നോക്കി. അവളുടെ മുഖത്തെ ഇപ്പോഴത്തെ ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. വേഗം വാ, എന്താ നോക്കി നിൽക്കുന്നേ? പൊന്നുവിനെ നോക്കി നിൽക്കുന്ന ഐറയോട് അമ്മ ചോദിച്ചു. വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അച്ഛനും അമ്മയും സ്കൂളിലേക്കും തരുൺ ജോലിക്കും തപസ്യ സ്കൂളിലേക്കും പോകാനായി ഇറങ്ങി. അപ്പോഴേക്കും വാണിയും ശ്രദ്ധയും കാറുമായി വീട്ടിലേക്ക് വന്നു. എന്നാൽ വൈകിട്ട് കാണാം എന്ന് പറഞ്ഞ് എല്ലാവരും കാറിലേക്ക് കയറി. പൊന്നു, നീ ഡ്രൈവ് ചെയ്യേണ്ട, നിന്നെ പകുതിക്ക് വെച്ച് ഇറക്കി വിടാനുള്ളതാണ്, ശ്രദ്ധ പറഞ്ഞു. അതെന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് അവളൊന്നും മിണ്ടിയില്ല. ഫോർ ദ പീപ്പിളിൻ്റെ കാറ് ഗേറ്റ് കടന്ന് ഇറങ്ങുന്നതും അവരുടെ പുറകെ തന്നെ നിരഞ്ജൻ്റെ ബുള്ളറ്റും ഉണ്ടായിരുന്നു. ആ നിരഞ്ജൻ വരുന്നുണ്ടല്ലോ, മിററിലൂടെ നോക്കി ശ്രദ്ധ പറഞ്ഞു. എന്നാൽ പൊന്നു തിരിഞ്ഞു നോക്കിയതേയില്ല. ബാക്കി എല്ലാവരും നോക്കി. ദേ ഹരിയേട്ടൻ നിൽക്കുന്നു. പെട്ടെന്നാണ് ശ്രദ്ധ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത്. കാറിൽ ചാരി ഒരു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ജീനും ഇട്ട് നിൽക്കുന്ന ഹരിയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ മനുഷ്യന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ? വാണി ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കാറിൽ ചാരി ഫോണിൽ എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ശ്രദ്ധ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാറ് നിർത്തി. പുറകിലേക്ക് നോക്കി. പുറകെ നിരഞ്ജൻ വരുന്നുണ്ടോ എന്നാ നോക്കിയത്. നിരഞ്ജൻ അവരുടെ കാറ് സൈഡ് ഒതുക്കുന്നത് കണ്ടിരുന്നു. അപ്പോഴാണ് കാറിൽ ചാരി നിൽക്കുന്ന ഹരിയെ നിരഞ്ജൻ കണ്ടത്. അവരുടെ കാറ് കണ്ടതും ഹരി ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് വന്നു. ബാക്കിൽ പൊന്നു ഇരിക്കുന്നത് കണ്ടതും അവൻ വന്ന് ബാക്ക് ഡോർ തുറന്നു. ഇറങ്ങാൻ അവൻ പറഞ്ഞതും പൊന്നു എല്ലാവരെയും നോക്കിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി. എന്നാ ഇനി നിങ്ങൾ വിട്ടോ, കൂട്ടുകാരിയെ ഞാൻ എത്തിച്ചോളാം, ഹരി പറഞ്ഞതും അതെ എത്തിച്ചേക്കണേ, ഫസ്റ്റ് അവർ അവൾക്ക് ക്ലാസ് ഉള്ളതാ, ഐറ തല പുറത്തിട്ടുകൊണ്ട് പറഞ്ഞു. എത്തിച്ചേക്കാം, പക്ഷേ നാളെ മുതൽ കുറച്ച് നേരത്തെ ഇറങ്ങിക്കൊള്ളണേ, ഹരി ശ്രദ്ധയോടും മറ്റും പറഞ്ഞു. അതെന്തിനാ? അപ്പോൾ കുറച്ച് സമയം കൂടുതൽ എനിക്കെൻ്റെ പെണ്ണിനെ കൂടെ നിർത്താലോ, ഹരി പറഞ്ഞതും ഇതിലും നല്ലത് ഹരിയേട്ടൻ പെട്ടെന്ന് അവളെ വിവാഹം കഴിക്കുന്നതാ, വാണി പറഞ്ഞു. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ആദ്യം നിങ്ങളുടെ ഈ കൂട്ടുകാരിയെ ഞാനൊന്ന് മെരുക്കി എടുക്കട്ടെ. ഞാനില്ലാതെ ഇവൾക്ക് പറ്റില്ല എന്നൊരു ഘട്ടം വരട്ടെ, എന്നിട്ട് എന്നെ നിങ്ങളെ വിവാഹം കഴിക്കുമോ? എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് ഇവൾ പറയുന്ന അന്ന് ഇവളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടും എന്ന് പറഞ്ഞ് ഹരി അവളുടെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് നിരഞ്ജൻ അവരെ പാസ് ചെയ്തു പോയത്. എന്നാ നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞ് പൊന്നുവിനെ കൊണ്ട് അവൻ കാറിലേക്ക് വന്ന് കയറി. നിരഞ്ജനെ ഹരി കണ്ടിരുന്നു, പക്ഷേ അവൻ മൈൻഡ് ചെയ്തില്ല. കാറിൽ കയറിയിട്ടും ഒന്നും മിണ്ടാതെയിരിക്കുന്ന പൊന്നുവിനെ കണ്ട ഹരി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ പൊന്നു? അവൻ ചോദിച്ചു. കഴിച്ചു, അവൾ പറഞ്ഞു. ഹരിയേട്ടനോ? ഞാനും കഴിച്ചു. അല്പദൂരം കാറോടിച്ചതും ഹരി ഒരു തണൽ മരത്തിൻ്റെ ചുവട്ടിലേക്ക് കാറ് സൈഡ് ഒതുക്കി നിർത്തി. പൊന്നു, ഫോൺ എവിടെ? ഹരി ചോദിച്ചു. പൊന്നു ബാഗ് തുറന്ന് ഒരു ഫോണെടുത്ത് ഹരിക്ക് നേരെ നീട്ടി. അവൻ കാറിൻ്റെ ഡാഷ്ബോർഡ് തുറന്ന് ഒരു ബോക്സ് എടുത്തു വെച്ചു. അതിൽ ലേറ്റസ്റ്റ് മോഡൽ സാംസങ് ഗാലക്സി S24 അൾട്രാ ഫോണിൻ്റെ ബോക്സ് എടുത്ത് പുറത്തേക്ക് വെച്ചു. അത് ഓപ്പൺ ചെയ്തു. പൊന്നുവിൻ്റെ ഫോണും ഓണാക്കി. കുറച്ചു നേരം അവൻ അതിൽ എന്തൊക്കെയോ ചെയ്തു. പിന്നെ ഫോൺ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതാ, ഇന്നു മുതൽ ഈ ഫോൺ ഉപയോഗിച്ചാൽ മതി. ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കട്ടെ, ഹരി പറഞ്ഞതും പൊന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏയ് ടെൻഷനാവണ്ട, തനിക്ക് ആവശ്യമുള്ള എല്ലാവരുടെയും നമ്പർ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ നമ്പർ എൻ്റെ ഫോൺ നമ്പറിൻ്റെ തന്നെ ലാസ്റ്റ് 2 നമ്പർ വ്യത്യാസമേ ഉള്ളൂ.
അവൻ പറഞ്ഞു. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പൊന്നുവിന് മനസ്സിലായത് കൊണ്ട് തന്നെ അവളൊന്നും മിണ്ടിയില്ല. പിടിക്ക് പൊന്നു, ഇന്നലെ തരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല, അവൻ പറഞ്ഞു. അതവൻ പറഞ്ഞത് വെറുതെയാണെന്ന് പൊന്നുവിനറിയാം. കാരണം രാത്രി നിരഞ്ജൻ വിളിച്ചിരുന്നു എന്ന് വാണി പറഞ്ഞ് അവൻ അറിഞ്ഞതാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ ഫോൺ വാങ്ങി. അപ്പോൾ ഇനി കോളേജിലേക്ക് പോകാം അല്ല ടീച്ചറെ, അവൻ ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയണക്കി. നിരഞ്ജൻ്റെ ബുള്ളറ്റ് പാർക്ക് ചെയ്തതിൻ്റെ കുറച്ച് മാറിയാണ് ശ്രദ്ധ അവരുടെ കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത്. ബുള്ളറ്റിലിരുന്നു കൊണ്ട് ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിരഞ്ജനെ അവർ കണ്ടു. അവർ 3 പേരും കാറിൽ നിന്നും ഇറങ്ങാതെ തന്നെ ഇരുന്നു. ഫോൺ എടുത്ത് ശ്രദ്ധ അപ്പോൾ തന്നെ ഹരിയെ വിളിച്ചു. ഹരിയേട്ടാ, ഇനിയും ലേറ്റ് ആവുമോ? അവൾ ചോദിച്ചു. ഇല്ല, ഞങ്ങളിപ്പോൾ എത്തും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എപ്പോഴും പൊന്നുവിൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ വേണം. അറിയാലോ, നിരഞ്ജൻ മാത്രമല്ല, പൂജ. ഹരി പറയുമ്പോൾ അവൻ പറയുന്നത് ശ്രദ്ധിച്ച് പൊന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ തന്നോട് കാണിക്കുന്ന കെയറിങ് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹരിയുടെ കാർ ആ കോളേജ് ഗേറ്റിലൂടെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. BMW ലേറ്റസ്റ്റ് മോഡലായിരുന്നു അവൻ്റെ കാറ്. എല്ലാവരും ആ കാറിലേക്ക് ശ്രദ്ധിക്കുന്നത് ഹരിയും പൊന്നുവും കണ്ടിരുന്നു. ചെറിയൊരു പുഞ്ചിരിയോടെ ഹരി കാറ് ഒരു സൈഡിലേക്ക് നിർത്തി. ഫോൺ എടുത്ത് ശ്രദ്ധയെ വിളിച്ചു. എവിടെയാ നിങ്ങൾ? ഞങ്ങളെത്തി, ഞങ്ങൾ വാഗമരച്ചോട്ടിലുണ്ട്, ഹരി പറഞ്ഞു. കാറിൽ നിന്നും ഇറങ്ങാൻ പോയ പൊന്നുവിനെ സമ്മതിക്കാതെ അവൻ പിടിച്ചിരുത്തി. ഇപ്പോൾ കൂട്ടുകാരികൾ വരും, ഇങ്ങോട്ട് ഒരുമിച്ച് പോയാൽ മതി, അവൻ പറഞ്ഞു. ഹരിയുടെ കോൾ കിട്ടിയതും ശ്രദ്ധയും വാണിയും ഐറയും കാറിൽ നിന്നും ഇറങ്ങി. അവർ കാറിൽ നിന്നും ഇറങ്ങുമ്പോഴും നിരഞ്ജൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവർ കാറിൽ നിന്നും ഇറങ്ങി നടന്നു പോകുന്നതും എല്ലാം അവൻ കാണുന്നുണ്ടായിരുന്നു. അവർ നടന്ന് ഹരിയുടെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നതും ഇനി ഇറങ്ങിക്കോ, അവൻ പറഞ്ഞതും പൊന്നു ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് ഇറങ്ങി. അവളുടെ ഒപ്പം തന്നെ ഹരിയും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി. ഇറങ്ങല്ലേ എന്ന് പറഞ്ഞ് ശ്രദ്ധ പറയുന്നുണ്ട്. ഹരിയും പൊന്നും ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. അയ്യോ, നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ശ്രദ്ധ തലയ്ക്ക് കൈ കൊടുത്തു. എന്താടി? വാണി ചോദിച്ചു. നീ ഒന്ന് നോക്കിയേ, ഈ കാറ് കണ്ടപ്പോൾ തന്നെ എല്ലാം വായ തുറന്ന് നോക്കി നിൽക്കുക. അതിൽ നിന്നും ഇവള് കൂടി ഇറങ്ങിയപ്പോൾ അത് പൂർത്തിയായി. അതിൻ്റെ ഒപ്പം തന്നെ നല്ല സുന്ദരനായിട്ടുള്ള ഈ ചെക്കനും കൂടി ഇറങ്ങിയപ്പോൾ തീർന്നു. എല്ലാം വാ പൊളിച്ച് നിൽക്കുന്നത് നോക്കി ശ്രദ്ധ പറഞ്ഞപ്പോഴാണ് എല്ലാവരും ചുറ്റും നോക്കിയത്. എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ഹരി ചിരിച്ചുകൊണ്ട് പൊന്നുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവളെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട്, ഞാൻ എൻ്റെ പെണ്ണിനെ നിങ്ങളുടെ കയ്യിലേക്ക് തരാണ്. വൈകിട്ട് ഇതുപോലെ തന്നെ. ഇപ്പോൾ ഈ ചുണ്ടിലൊരു ചിരിയില്ലേ, ഈ ചിരിയോടെ തന്നെ എനിക്ക് തിരിച്ചു തന്നേക്കണം. അത് നിങ്ങളുടെ കടമയാണ്, അവൻ പറഞ്ഞുകൊണ്ട് അവളെ അവരുടെ അടുത്തേക്ക് നീക്കി നിർത്തി. ആയിക്കോട്ടെ കൊച്ചുമുതലാളി, വാണിയും ശ്രദ്ധയും ഐറയും ഒരുപോലെ പറഞ്ഞു. അത് കേട്ട് ഹരിയും പൊന്നുവും ചിരിച്ചു. പൊന്നുവിൻ്റെ ആ ചിരി എല്ലാവരിലും സന്തോഷം നിറച്ചു. അവരെല്ലാവരും ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് നിരഞ്ജൻ നടന്നു വരുന്നത്. എന്നാ ഞാൻ പോട്ടെ, വൈകിട്ട് ഞാൻ ഇവിടെ ഉണ്ടാകും, അവൻ പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി. അവൻ കാറെടുത്ത് കൊണ്ടുപോയതും പൊന്നുവും വാണിയും ശ്രദ്ധയും ഐറയും കൂടി സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോഴാണ് അവളുടെ കയ്യിലെ ഫോൺ ശ്രദ്ധിക്കുന്നത്. എടാ, ഇതേതാ ഈ ഫോൺ? അവൾ ചോദിച്ചു. ഇത് ഹരിയേട്ടൻ തന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ എടുത്ത് നോക്കി. അടിപൊളി, സാംസങ് ഗാലക്സി S24 അൾട്ര. അടിപൊളി, ഇതിൻ്റെ കവർ നോക്കിയേ, ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പോഴാണ് പൊന്നു അതിൻ്റെ ഫോൺ കവർ നോക്കിയത്. അതിൽ ഹരിയും പൊന്നുവും കൂടി ഉള്ള ഫോട്ടോ പതിപ്പിച്ച ഫോൺ കവറായിരുന്നു. ഇതൊക്കെ എപ്പോൾ സംഘടിപ്പിച്ചോ ആവോ, വാണി അത് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ വാൾപേപ്പർ ശ്രദ്ധിക്കുന്നത്. അതും പൊന്നുവും ഹരിയും ഒരുമിച്ചുള്ള ഫോട്ടോ ആയിരുന്നു. രണ്ടുപേരും ആ ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൽ രണ്ടുപേരുടെയും ഫോട്ടോ തമ്മിൽ ചേർത്ത് വച്ചിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. കാരണം അതുപോലൊരു ഫോട്ടോ അവർ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നിൻ്റെ ഫോൺ നമ്പർ മാറ്റിയോ? ശ്രദ്ധ ചോദിച്ചു. മാറ്റി. അപ്പോൾ തന്നെ ശ്രദ്ധ ആ ഫോൺ നമ്പറിൽ നിന്നും അവളുടെ ഫോണിലേക്ക് വിളിച്ചു. അതിൽ വന്ന നമ്പർ കണ്ടതും അവൾ, ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ, അവൾ പറഞ്ഞു കേട്ടതും എല്ലാവരും അവളെ ശ്രദ്ധിച്ചു. എന്താ കാര്യം? നിങ്ങൾ ഈ നമ്പർ നോക്കിയേ, ഒന്നാമതേ ഫാൻസി നമ്പർ,
അതും ഹരിയേട്ടൻ്റെ നമ്പറിൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ. അവൾ പറഞ്ഞു. എല്ലാവരും അവളുടെ പുതിയ നമ്പർ ഫോണിൽ സേവ് ചെയ്തു. ഇനി നമ്പർ എല്ലാവർക്കും കൊടുക്കണം അല്ലേ? വേണ്ടടാ, ദേ നോക്കിയേ, നമ്മൾക്കെല്ലാവർക്കും മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ, വാണി പറഞ്ഞു. അപ്പോൾ അതായിരുന്നു ഹരി ഫോണിൽ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി. അവർ സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നിരഞ്ജൻ അവൻ്റെ ഡെസ്കിൽ ഇരിക്കുന്നുണ്ട്. അവൻ്റെ തൊട്ടടുത്തുള്ള ഡെസ്കിലെ സീറ്റിൽ പൂജയും ഇരിക്കുന്നുണ്ട്. അവിടെ പൊന്നുവാണ് ഇരിക്കാറ്. ഇന്നവിടെ പൂജ ഇരിക്കുന്നത് കണ്ടിട്ടും പൊന്നുവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇതൾ മിസ്, ഇന്നു മുതൽ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കട്ടെ അല്ലേ? വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ, അപ്പോൾ അവരങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ലേ? ഇതൾ മിസ് ദേ ഈ പൂജയുടെ സീറ്റിലേക്ക് ഇരിക്കുക. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ് പറഞ്ഞത്. പൂജ മുൻപ് നിരഞ്ജനെ നേരെ തന്നെയുള്ള ഒരു സീറ്റിലാണ് ഇരുന്നത്. നിരഞ്ജനെ കാണാൻ വേണ്ടിയാണ് അവൾ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ആ സീറ്റ് ഇന്ന് പൊന്നുവിനായി കൊടുക്കുന്നത്. പൊന്നു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ സീറ്റിലേക്ക് ചെന്ന് ഇരുന്നു. ശ്രദ്ധയും വാണിയും ഐറയും എല്ലാവരും അവരുടെ സീറ്റിലേക്ക് പോയി. പൊന്നു നിരഞ്ജനെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. എന്നാൽ നിരഞ്ജൻ പൊന്നുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പൊന്നുവിനെ നിരഞ്ജൻ നോക്കുന്നത് പൂജ കാണുന്നുമുണ്ട്. അവൾക്ക് പെട്ടെന്ന് ദേഷ്യം തോന്നിയെങ്കിലും ഇനി നിരഞ്ജൻ തൻ്റെ മാത്രമായിരിക്കും എന്നുള്ള ഒരു ഓർമ്മയിൽ പൂജ പൊന്നുവിനെ ഒന്ന് പുച്ഛത്തോടെയാണ് നോക്കിയത്. എന്നാലും നിരഞ്ജൻ മാഷേ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ എന്ന് ആരും അറിഞ്ഞില്ലല്ലോ. പൂജ ടീച്ചർ ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഞങ്ങളത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എത്ര പെട്ടെന്നാ ഇതിപ്പോൾ ഈ സൺഡേ എൻഗേജ്മെൻറ്റ്, അടുത്ത സൺഡേ കല്യാണം. ഇനിയിപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ചൊക്കെ വരാമല്ലോ അല്ലേ? ഒരു അധ്യാപകൻ ചോദിച്ചു. അതിനെ പൂജ ഒന്ന് ചിരിച്ചതേയുള്ളൂ. എന്നാൽ നിരഞ്ജൻ അപ്പോൾ നോക്കിയത് പൊന്നുവിനെയായിരുന്നു. പിന്നെയും മറ്റ് അധ്യാപകർ പലതും ചോദിക്കുന്നുണ്ടെങ്കിലും നിരഞ്ജൻ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. പൂജയായിരുന്നു അതിന് മറുപടി കൊടുത്തത്. അപ്പോഴാണ് അങ്ങോട്ട് മറ്റൊരു അധ്യാപിക കയറി വന്നത്. ഇതൾ മിസ്, മിസ്സിനെ ഇന്ന് കൊണ്ടുവന്ന് കാറിലാക്കിയത് ആരാണ്? നല്ല മുഖപരിചയമുണ്ട്, എത്ര ആലോചിച്ചിട്ടും കിട്ടിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നല്ല മുഖപരിചയമുണ്ടെന്ന്. ഞങ്ങൾ വന്നിറങ്ങിയ സമയത്തായിരുന്നു ടീച്ചറും കാറിൽ വന്നിറങ്ങിയത്. ആ കാറ് കണ്ടാ ഞങ്ങൾ ശ്രദ്ധിച്ചത്, ആ ടീച്ചറെ പറഞ്ഞു. പൊന്നു അവരെ ഒന്ന് നോക്കി. ടീച്ചറെ, അത് ഇതളിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് എന്ന് പറഞ്ഞ് ശ്രദ്ധ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ ടീച്ചറും പൊന്നുവിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇതൾ മിസ്സിൻ്റെ വിവാഹം ഉറപ്പിച്ചോ? നിരഞ്ജനോട് ചോദിച്ച അതേ അധ്യാപകൻ തന്നെയാണ് ചോദിച്ചത്. ഉറപ്പിച്ചു, ഇന്നലെയായിരുന്നു. അവർ കൊണ്ടുവന്നിട്ട് കൊടുത്തതാ ഈ വളകൾ. പിന്നെ വരൻ്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റുണ്ട്, ശ്രദ്ധ പറഞ്ഞു. ഒന്നല്ല 2, വാണി അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞ് എന്നിട്ട് അവൾ കഴുത്തിലെ മാല പിടിച്ച് കാണിച്ചു കൊടുത്തു. അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായ ശ്രദ്ധ, ഓ ഞാൻ മറന്നൂടാ, 2 ഗിഫ്റ്റ് കൂടിയുണ്ട്. ഒന്ന് ചെക്കൻ ഇട്ട് കൊടുത്ത ഈ മാല എന്ന് പറഞ്ഞ് പൊന്നുവിൻ്റെ കഴുത്തിൽ കിടന്ന മാല ശ്രദ്ധ പിടിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ രാവിലെ ഗിഫ്റ്റ് കൊടുത്ത ഈ പുതിയ ഫോൺ എന്ന് പറഞ്ഞ് ടേബിളിലിരുന്ന പൊന്നുവിൻ്റെ ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തു. ഈശ്വര, വിവാഹം ഉറപ്പിച്ചപ്പോഴേക്കും ഇത്രയും വലിയ ഗിഫ്റ്റുകളോ? അല്ല, ആരാ ഇതൾ മിസ്സിനെ വിവാഹം കഴിക്കാൻ പോകുന്നത്? ഒരു അധ്യാപകൻ ചോദിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയോ, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നല്ല പരിചയമുണ്ടെന്ന് അവരെ കണ്ട് എന്ന് പറഞ്ഞ അധ്യാപികയാണ് പറഞ്ഞത്. കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. തെക്കേടത്ത് ജ്വല്ലറി എന്ന് കേട്ടിട്ടില്ലേ? ശ്രദ്ധ ചോദിച്ചു. പിന്നെ കേൾക്കാതെ? തെക്കേടത്ത് ജ്വല്ലറിയിലെ ഓണർ ഹരിരുദ്രദേവാണ് ഞങ്ങളുടെ ഇതളിനെ വിവാഹം കഴിക്കാൻ പോകുന്നത്. രാവിലെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതും ആളാണ്. അത് കേട്ട് എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുകയാണ്. അതാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് നല്ല മുഖപരിചയമുണ്ടെന്ന്. എൻ്റെ ഹസ്ബൻഡ് അവരുടെ ജ്വല്ലറിയുടെ അടുത്തുള്ള ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് അവർക്ക് കണ്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞത്. എന്നാൽ ഇത് കേട്ട് പൂജ ഞെട്ടി പൊന്നുവിനെയും നിരഞ്ജനെയും നോക്കി. ഹരി വലിയ വീട്ടിലെ ആളാണെന്ന് അവൾക്കറിയാമെങ്കിലും ഒരിക്കലും ഹരി ഇതളിനെ വിവാഹം കഴിക്കുമെന്ന് ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഇത്രയും പെട്ടെന്ന് ഇതൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്നും അവൾ കരുതിയിരുന്നില്ല. അതിൻ്റെയെല്ലാം ഞെട്ടലിലായിരുന്നു പൂജ. എങ്കിൽ നിരഞ്ജൻ ഇതളിനെ തന്നെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ലെങ്ത്ത് കൂടി വരുന്നുണ്ട്. ഞാൻ കുറയ്ക്കാൻ നോക്കാം കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻസും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ലെങ്ത്ത് കുറയ്ക്കും, ഉറപ്പ്. അപ്പോൾ ലെങ്ത്ത് കുറയ്ക്കാതിരിക്കണമെങ്കിൽ ലൈക്കും
കമൻസൊക്കെ പോന്നോട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.